ഫ്രണ്ട്സ്, വെൽക്കം ടു സാംസ് വണ്ടർലസ്റ്റ്. ഓണം ഷോപ്പിംഗ് ഒക്കെ എവിടം വരെയായി? ഓണത്തിന് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ജ്വല്ലറീസ് കാണിക്കാവേ. ഇതിൽ ഞാൻ ഓൺലൈൻ വാങ്ങിയതും ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങിയതൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തവണ ഓണത്തിന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സിന് മാച്ചിങ് ആയി പോകുന്ന കുറച്ച് ഓർണമെന്റ്സ്. ഞാൻ കൂടുതലായിട്ട് വാങ്ങുന്നത് ഇയറിങ്സ് ആണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഒരു പീസാണേ. വേറെയാവേ, ഇതൊരു സിൽവറിൽ ഗോൾഡൻ പ്ലേറ്റ് വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. ബ്ലൂവിൻ്റെ തന്നെ രണ്ട് കോമ്പിനേഷൻ, പേസ്റ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ. ഒരു ആനയുടെ പടമൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ ഒരു മെറ്റാലിക് ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഒരു ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കാതിൻ്റെ അവിടെ റൗണ്ട് ഷേപ്പാണ്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്റ്റോൺ ബ്ലൂ കളറാട്ടോ വരുന്നത്. നമുക്കൊരു മൾട്ടി കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് ഒരു കാളയുടെ പടമാണേ. നൈസ് അല്ലേ? നമുക്ക് ഒരുപാട് കോസ്റ്റ്യൂമിൻ്റെ ഒപ്പം വർക്കാവും. ഇത് നമ്മൾ സിൽവർ ജ്വല്ലറിയാണ്. സിൽവർ വരുന്നത് റൂബി കളർ സ്റ്റോൺസ് ഒക്കെ ആയിട്ട് ഒരു ജുമുക്ക, ഒരു വെറൈറ്റി ജുമുക്കയല്ലേ. നമുക്ക് വേറെ നോക്കിയാലോ? ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. നമ്മുടെ കാതിലേക്ക് കിടക്കുന്ന അവിടെ ഒരു മയിലിൻ്റെ പടമാണ്. അതുപോലെ താഴെ വൈറ്റ് ബീഡ്സും ഉണ്ട് കേട്ടോ. ഇതൊരു മീഷോ പിക്കാണ് കേട്ടോ. നൈസായിട്ട് ഒരു പേസ്റ്റൽ പിങ്കും പേസ്റ്റൽ ബ്ലൂവും വരുന്ന രീതിയിലുള്ള ഒരു ജുമുക്ക, ചെറിയ ജുമുക്ക. ഇത് ആക്ച്വലി ഞാൻ വാങ്ങിയ പ്രൊഡക്റ്റ് അല്ല കേട്ടോ വന്നത്. പ്രൊഡക്റ്റ് മാറിപ്പോയി. പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടാട്ടോ. ഉള്ളതിൽ എൻ്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ഇതാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് ചെറിയൊരു ജുമുക്ക. നെക്സ്റ്റ് നമ്മളിങ്ങനെ സിമ്പിൾ ഒരു ജ്വല്ലറി ആട്ടോ, ഇയറിംഗ് ആണേ. ഒരു ഗോൾഡും വൈറ്റ് പേൾ പോലെ വരുന്നത്. വേറെ ഇത് കാണിക്കാവേ. ഓണത്തിന് സാരി അല്ലാതെ ഒരു കസവ് ഡ്രസ്സൊക്കെ വെയർ ചെയ്യുന്ന ടൈമിൽ ഈ ഗോൾഡനും വൈറ്റും ആയിട്ടുള്ള ഈ ഇയറിങ് നല്ല മാച്ചായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ വെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതൊരു മീഷോ പിക്കാണേ. ഒരു ചെറിയ ജുമുക്ക, വെറൈറ്റി അല്ലേ. ഇത് മൾട്ടി കളർ സ്റ്റോൺസ് തന്നെയാണ് കേട്ടോ. നമുക്ക് വെയർ ചെയ്യാവേ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വാങ്ങിയ പ്രൊഡക്റ്റാണ് ഇത്. പക്ഷെ വന്നപ്പോൾ അടിപൊളിയാട്ടോ. നമുക്ക് സൽവാസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് മാച്ചായി പോകുവേ. ഇതൊരു നെക്ക് പീസിൻ്റെ കൂടെ പെയറായിട്ട് വരുന്ന ഇയറിങ്സ് ആണ്. ഇതിൽ മെയിനായിട്ട് റൂബിയും എമറാൾഡും ആട്ടോ. ഇനി കുറച്ച് മാലയുടെ കളക്ഷൻ കാണാവേ. ഇതൊരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു മാലയാട്ടോ. നമ്മൾ ഹെവി ആയിട്ട് ഇയറിങ്സ് ഇടുമ്പം അതിനൊന്ന് നോർമലൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ മാലയാട്ടോ ഞാൻ ചൂസ് ചെയ്യാറ്. ഇതും നമ്മൾ മീഷോന്ന് എടുത്താട്ടോ. ഒരു റൂബി കളറുള്ള ഇൻവിസിബിൾ ചെയിനാണേ. നമുക്കൊന്ന് ട്രൈ ചെയ്യാവേ. ഇൻവിസിബിൾ ചെയിൻ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ മാലയിൽ 3 ഹാങ്ങിങ്സ് ആട്ടോ ഉള്ളത്. അതിൻ്റെ കൂടെ പൈപ്പിംഗ് ബീഡ്സും കൂടെ വെച്ചിട്ട് അത് ഹാൻഡിൽ ചെയ്തേക്കുവാണ്. ഇതൊരു ഇൻവിസിബിൾ ചെയിൻ ആട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതിൽ വരുന്നത് ഗ്രീൻ സ്റ്റോൺസ് ആട്ടോ. ഇതിൽ നമുക്ക് 5 പൂക്കളാട്ടോ ഹാങ്ങിങ്സ് ആയിട്ട് വരുന്നത്. നമ്മുടെ നെക്ക് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ ഹാങ്ങിങ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു നെക്ക് പീസ് ആട്ടോ. നമ്മൾ പോത്തീസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നമുക്കൊന്ന് വേറെ ചെയ്ത് നോക്കിയാലോ? ഇങ്ങനെയാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. നമുക്കിനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വള നോക്കാവേ. ഇതൊരു സിൽവർ മെറ്റാലിക് ഷെയ്ഡിൽ വരുന്ന ഒരു സിംഗിൾ പീസ് വളയാണ് കേട്ടോ. ഞാൻ വള കൂടുതലും പ്രിഫർ ചെയ്യുന്ന കുപ്പി വളയാണ്. ഇത് നമ്മൾ പോത്തീസിൽ നിന്ന് എടുത്ത കുപ്പിവളയാണ്. ബ്ലൂവിൻ്റെ 2 ഷെയ്ഡ്. ഇത് നോർമൽ കുപ്പിവളയല്ല, കുറച്ച് വീതിയുണ്ട്. നമുക്ക് ഇട്ട് വെക്കാവേ. ഇതൊരു മെറൂൺ കുപ്പിവളയാണ്. റെഡും ബ്ലാക്കിൻ്റെയും കൂടെ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന തരത്തിലുള്ള മെറൂൺ കുപ്പിവള. അപ്പോൾ പിന്നെ എല്ലാവരുടെയും ഷോപ്പിംഗ് തകൃതിയായിട്ട് നടക്കട്ടെ. എല്ലാവർക്കും അടിപൊളി ഹാപ്പി ഓണം.